നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശനത്തിന് വേണ്ടി വരുന്നത്, ഏറ്റവും കൂടുതൽ തിരക്കുള്ള മസ്ജിദ്, ആ മസ്ജിദാണ് മസ്ജിദ് ഖുബാ. നമ്മളിപ്പോൾ ആ മസ്ജിദിലേക്കാണ് സിയാറത്തിന് വേണ്ടി, സന്ദർശനത്തിന് വേണ്ടി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയ സമയത്ത് സ്വന്തം ചുമലിലേറ്റി തോളിലേറ്റി കല്ല് കൊണ്ടുവന്ന് അവിടുത്തെ തിരുകരങ്ങളാൽ ശിലഭാഗപ്പെട്ട മസ്ജിദാണ് മസ്ജിദ് ഖുബാ. മസ്ജിദ് ഖുബാഇൻ്റെ മഹത്വം, അതിലെ നിസ്കരിക്കുന്ന ആളുകളുടെ പ്രത്യേകത, അവരെ മദ്ഹ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മുനാഫിഖീങ്ങളായ ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മുനാഫിഖീങ്ങളായ ആളുകൾ മസ്ജിദ് ളിറാർ നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ ആ മസ്ജിദ് ളിറാർ ഉണ്ടാക്കുന്നത് കൊണ്ട് അവരുടെ ഉദ്ദേശം മുഅ്മിനീങ്ങളായ ആളുകളെ തമ്മിൽ തെറ്റിക്കുകയും പ്രശ്നമുണ്ടാക്കലുമാണ്. അവർ സത്യം ചെയ്തു പറയുന്നത് ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്നാണ്. എന്നാൽ അള്ളാഹു പറയുന്നത് അവർ തീർച്ചയായും ആ വിഷയത്തിൽ കള്ളം പറയുന്നവരാണ്, അവരുടെ ഉദ്ദേശ്യം നന്മയല്ല എന്ന്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാ തഖും ഫീഹി അബദ. അതുകൊണ്ട് നബിയെ, ആ മസ്ജിദ് ളിറാറിൽ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്. നിങ്ങൾ മസ്ജിദ് ളിറാറിൽ ഒരിക്കലും തന്നെ നിസ്കരിക്കരുത്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും അവകാശപ്പെട്ട പള്ളി അത് തഖ്വയുടെ മേൽ ശിലഭാഗപ്പെട്ട പള്ളിയാണ്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതത്വഹറു. ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരായ ആളുകളുള്ള പള്ളിയിൽ, അഥവാ മസ്ജിദ് ഖുബായിൽ നബിയെ തങ്ങൾ നിസ്കരിക്കണമെന്ന്. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധീകരണം നടത്തി വുളൂ ചെയ്ത് മസ്ജിദ് ഖുബായിലേക്ക് വരികയും നിസ്കരിക്കുകയും ചെയ്താൽ അവൻ ഒരു ഉംറ ചെയ്ത പ്രതിഫലം അവന് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.